തെളിവുകൾ കാര്യമായില്ലാതെ പോലീസ് അന്വേഷണം പലപ്പോഴും വഴിമുട്ടിയ ജിഷ കൊലക്കേസ് വലിയ വിവാദങ്ങൾക്കാണ് തിരികൊളുത്തിയത്. സമീപകാലത്തെ ഏറ്റവും നിഷ്ഠൂരമായ കുറ്റകൃത്യം. കേസിന്റെ നാൾ വഴി ഇനി പറയും വിധമാണ്. ഏപ്രിൽ 28 രാത്രി 8:30 പെരുമ്പാവൂരിലെ വീട്ടിനുള്ളിൽ ജിഷയുടെ മൃതദേഹം കാണുന്നത്. പുറത്തുപോയ അമ്മ രാജേശ്വരി വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ കണ്ടത് അതിക്രൂരമായി പിച്ചു ചീന്തപ്പെട്ട ജിഷയുടെ ശരീരം. തലക്കടിയേറ്റ് യുവതി മരിച്ചുവെന്നായിരുന്നു മാധ്യമങ്ങൾക്ക് പോലീസ് നൽകിയ വിവരം. കൊലപാതകത്തിന്റെ ഗൗരവം പുറത്തുവരുന്നത് പിന്നെയും 2 ദിവസത്തിന് ശേഷമാണ്. ഏപ്രിൽ മാസം അവസാനത്തോടെ പെരുമ്പാവൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുന്നു. തെളിവുകൾ ശേഖരിക്കുന്നതിൽ പോലീസിന് പറ്റിയ വീഴ്ച വലിയ വിവാദമാവുന്നത് അപ്പോഴാണ്. മെയ് മാസം 4 പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവരുന്നത്. ശരീരത്തിൽ 38 മുറിവുകളുണ്ടെന്ന് കണ്ടെത്തൽ. ആന്തരിക അവയവങ്ങളിലാകെ ക്ഷതമേൽപ്പിച്ചതായും കണ്ടെത്തൽ. തുടർന്ന് പെരുമ്പാവൂർ ഡിവൈഎസ്പി അനിൽകുമാറിനെ മാറ്റി പകരം ക്രൈം ഡിറ്റാച്ച്മെന്റ് ഡിവൈഎസ്പി ജിജിമോന് അന്വേഷണ ചുമതല. മെയ് മാസം 14 ജിഷയുടെ കൊലപാതകിയുടെ DNA സാമ്പിൾ പോലീസിന് കിട്ടുന്നത്. കേസിൽ വഴിത്തിരിവായത് ഈ വിവരമാണ്. പോലീസിന് കിട്ടിയ ശാസ്ത്രീയമായ തെളിവ്. പിന്നീട് പോലീസ് കസ്റ്റഡിയിലെടുത്തവരുടെയെല്ലാം DNA പരിശോധിച്ചു. ഇതിനിടെ തെരഞ്ഞെടുപ്പിൽ ജിഷയുടെ വിഷയം രാഷ്ട്രീയ ചർച്ചയാവുകയും തെരഞ്ഞെടുപ്പ് ഫലത്തെ പോലും ഇത് സ്വാധീനിക്കുകയും ചെയ്തു. പുതിയ സർക്കാർ വന്നതിന് ശേഷം മെയ് 28 ADGP B സന്ധ്യയുടെ നേതൃത്വത്തിൽ പുതിയ സംഘം ചുമതലയേൽക്കുന്നത്. തുടർന്നും ഏറെക്കാലം പ്രതിയെ കണ്ടെത്തുകയെന്നത് പോലീസിന് ശ്രമകരമായിരുന്നു. ഇതിനിടെ നിരവധി പേരെ കസ്റ്റഡിയിലെടുത്തു രേഖാചിത്രം തയ്യാറാക്കി. ഒടുവിൽ സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയ ചെരുപ്പിൽ നിന്നാണ് പോലീസിന് നിർണായക വിവരം കിട്ടുന്നത്. ഏതായാലും 1.5 മാസത്തിലധികം കാലത്തെ വിവാദങ്ങൾക്കും ദുരൂഹതകൾക്കും ഇതോടെ വിരാമമാവുകയാണ്. മീഡിയ 1 കൊച്ചി.